ക്ലിമീസ് ബാവയുടെ പ്രഖ്യാപനം കേട്ട് കോരിത്തരിച്ച ക്രൈസ്തവ സമൂഹം. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹം പ്രഖ്യാപിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കോരിത്തരിച്ചുപോയി. കഴിഞ്ഞ ദിവസം രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിൽ സഭാസ്ഥാനമായ തിരുവനന്തപുരം പട്ടം തിരുസന്നിധിക്ക് സമീപമുള്ള സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ചാണ് ക്ലിമീസ് ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നല്ല പളവളത്ത കുപ്പായമൊക്കെ ഇട്ട് നിന്ന് മെത്രാന്മാർ നിൽക്കുന്നത് കാണുവാൻ നല്ല രസമായിരുന്നു. അത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയുമായി വന്നിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ തൻ്റെ സഭയിൽ വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കുവാനാണ് ക്ലിമീസ് ബാവ ശ്രമിക്കുന്നത്. മാത്രമല്ല, തൻ്റെ പാത ഇതര ക്രൈസ്തവ സഭാ വ്യവസായികളും പിന്തുടരുമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. അതിസമ്പന്നതയിലും ആർഭാടത്തിലും ബോറടിച്ച് ചില മഹാരാജാക്കന്മാർ തൻ്റെ കൊട്ടാരവും പൊണ്ടാട്ടിയും കിരീടവും ചെങ്കോലുമൊക്കെ ഉപേക്ഷിച്ച് മനസമാധാനം നേടിയതുപോലെ ക്ലിമീസ് ബാവയും പറയുന്നു, ആശയാണ് എല്ലാ പിറപ്പുകേടുകൾക്കും കാരണമെന്ന്. മുടിഞ്ഞ ആശയില്ലെങ്കിൽ മെത്രാന്മാർ ദോശ വേണമെങ്കിലും തിന്നും എന്നാണ് ബാവയുടെ ഒരിത്. അതുപോലെ ക്രൈസ്തവ സഭകൾ മറന്നുപോയ ആ ക്രിസ്തുവിനെ അനുഗമിക്കാനും അദ്ദേഹം അമിതമായി ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന് എളിമയുടെ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളെ പിൻപറ്റി അദ്ദേഹം പക്ഷികളുടെ ഉപമ നമ്മോട് പറയുന്നു. പക്ഷികളെ പോലെ വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരയിലും അരമനകളിലും അണ്ടർഗ്രൗണ്ടിലും പൊതിഞ്ഞു കെട്ടിവെക്കാതെ നാളെയെക്കുറിച്ച് ഭാരപ്പെടാതെ ജീവിക്കുവാൻ അദ്ദേഹം നമ്മോട് പറയുന്നു. അദ്ദേഹം ചുമ്മാ വളവളാന്ന് പറയുകയല്ല, ക്രിസ്തുവിനെ പോലെ കാണിച്ചു തരുവാൻ ശ്രമിക്കുകയാണ്. നാളെയെ കുറിച്ചൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു എന്നാണ് അദ്ദേഹം പാടുന്നത്. ഒരൊറ്റ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ആലോചിക്കുവാൻ പോലും ഭയപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യപടിയായി അദ്ദേഹം തൻ്റെ പട്ടത്തുള്ള ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് സ്വയം ഇട്ടിരുന്നത് തിരുസന്നിധി എന്നായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയെ മാത്രമേ തിരുസന്നിധി എന്ന് വിളിക്കാവൂ എന്ന് അദ്ദേഹത്തിൻ്റെ അന്തരംഗം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞതിനാൽ തൻ്റെ സന്നിധിയെ അദ്ദേഹം തിരുട്ട് സന്നിധി എന്നാക്കി മാറ്റാൻ പോവുകയാണ്. അംബാസമുദ്രത്തിൽ കോടികളുടെ മണലിമോഷണത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്തെ കള്ളനെ പോലെ ആ വിലാപ ഹൃദയത്തോടെയാണ് അദ്ദേഹം ആ പേരുമാറ്റ ചടങ്ങ് നടത്തുവാൻ പോകുന്ന. സുഹൃത്തുക്കളെ, നിങ്ങൾ കേശവദാസപുരത്തുനിന്നും PMGയിലേക്ക് പോകുമ്പോൾ തല പട്ടം LIC കഴിയുമ്പോൾ ഒന്ന് ഇടത്തേക്ക് തിരിച്ചാൽ ആ തിരു സന്നിധി നമുക്ക് കാണാം, അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. അതുപോലെ തിരുസന്നിധിക്ക് മുന്നിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളുടെ എല്ലാം വാടക 500 രൂപയാക്കി അദ്ദേഹം കുറയ്ക്കുവാൻ പോവുകയാണ് എന്നാണ് കേട്ടത്. അതുപോലെ ക്രിസ്തുവിനെ അനുകരിച്ച് അദ്ദേഹം തൻ്റെ എല്ലാ ആഡംബരപൂർണമായ എല്ലാ അംശവസ്ത്രങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്ന എല്ലാ സ്വർണ്ണമാലകളും മുസ്ലിം പള്ളിയുടെ മിനാരത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ആ തൊപ്പിയുമെല്ലാം മാറ്റിക്കളയും. തലയിൽ കാറ്റ് കയറുവാൻ അനുവദിക്കും. തൻ്റെ കഷണ്ടിയുള്ള തല വിശ്വാസികൾ കാണുന്നതിൽ അദ്ദേഹം കുണ്ഠിതപ്പെടുകയില്ല. അതുപോലെ ആഡംബര വാഹനം ഒഴിവാക്കി മാരുതിയുടെ ഒരു പുതിയ ചെറിയ കാറ് മേടിക്കും. അതുപോലെ തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാർ ഇവാനിയോസ് കോളേജിലടക്കം അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കോഴ മേടിച്ചിരുന്നത് ഉടൻ നിർത്തലാക്കും. മികവുറ്റ അധ്യാപകരെ മാത്രം മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കും. അവിടെ മതവും ജാതിയും ഒന്നും നോക്കില്ല. പിള്ളേരെ പഠിപ്പിക്കുവാൻ മതവും ജാതിയും അത് വേണ്ട. അതൊക്കെ എന്തിനാണ് നോക്കുന്നത്? ശരിയാണ്, അതൊക്കെ നോക്കുന്നത് എന്തിനല്ലേ? അതുപോലെ സഭയുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇനി അഡ്മിഷന് ഡൊണേഷൻ എന്നൊരു സാധനം ഉണ്ടായിരിക്കുകയില്ല. പള്ളികളിൽ പിരിവുകളും നിരോധിക്കും. കർത്താവിനെ വിളിക്കുവാൻ എന്തിനാണ് പണമെന്നാണ് കാതോലിക്ക ബാവയുടെ നിലപാട്. അതുപോലെ ക്ലിമീസ് ബാവയ്ക്ക് കിട്ടുന്ന സകല കൈമുത്തും എല്ലാ മാസവും RCC രോഗികൾക്ക് വീതിച്ച് നൽകും. അത് പട്ടത്ത് പോയി ആവശ്യക്കാർക്ക് മേടിക്കുവാനുള്ള അവസരവും ഉണ്ടാക്കും. അതുപോലെ ജോലിയില്ലാത്തവർക്ക് സഭയുടെ സ്ഥാപനങ്ങളിലെല്ലാം അടിയന്തരമായി ജോലി നൽകും. സത്യം പറഞ്ഞാൽ മെത്രാഭിഷേക ജൂബിലി ഇങ്ങനെയൊക്കെയല്ലേ ആഘോഷിക്കേണ്ടുന്നത്? ഇതിന് പകരം ചില മെത്രാന്മാർ ചെയ്യുന്നത് പത്രങ്ങളിൽ ഇരിക്കുന്ന ബ്യൂറോ ചീഫന്മാർക്ക് ചെറിയൊരു ജവാൻ മേടിക്കാനുള്ള കാശും കൊടുത്ത് ഒരു പ്രസ് റിലീസും ഫോട്ടോയും കൊടുത്തുവിടും. പിറ്റേ ദിവസം വലിയ വാർത്തയും പടവും വരുത്തും. എന്നാൽ നമ്മുടെ ക്ലിമീസ് ബാവയുടെ പടവും വാർത്തയും വന്നത് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ക്ലിമീസ് മെത്രാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് പോലെ
ക്രൈസ്തവ സഭകളിലെ സകല മെത്രാന്മാരും തങ്ങളുടെ പൗരോഹിത്യ പടവുകൾ താണ്ടുമ്പോൾ ഇതേപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. അല്ലെങ്കിൽ പത്രങ്ങളിൽ ഇത് വലിയ വാർത്തയായി വായിക്കുന്ന വിശ്വാസികൾ മനസ്സിൽ ചിന്തിക്കും, ഡേയ് മെത്രാനെ, നീ മെത്രാഭിഷേക ജൂബിലി നിറവിൽ തിളങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്നാ തേങ്ങയാണ് എന്ത്. അതുകൊണ്ട് എല്ലാ മെത്രാന്മാരും ക്ലീമീസ് ബാബയെ പോലെ ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുക. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ സഭയെയും വിശേഷാൽ നിങ്ങളുടെ അംശവടിയെയും കാത്തുകൊള്ളട്ടെ. ആമേൻ. തലകുനിച്ച് 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും പോകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.